പീഡനക്കേസുകളിൽ പെടുന്ന എല്ലാവരും കുറ്റക്കാരല്ല. ചിലപ്പോഴെങ്കിലും ഇരയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് വേട്ടക്കാരും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നിരപരാധികളുമായി മാറാറുണ്ട്. ലോകത്തെ ഞെട്ടിച്ച ജമാ പീലിൻ്റെ കഥ കേൾക്കൂ. അഴിക്കുള്ളിൽ കഴിഞ്ഞ ആ രാത്രികൾ അദ്ദേഹം ചിന്തിച്ചത് ഞാൻ എന്തിന് ശിക്ഷിക്കപ്പെട്ടു എന്നായിരുന്നു. സത്യം പുറത്തു വന്നപ്പോൾ പരാതിക്കാരിയായിരുന്നു ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതാണ് നീതിയുടെ മറ്റൊരു മുഖം. കഥ കേൾക്കാം. 2017 ഒരു സ്ത്രീ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന പരാതിയുമായി പോലീസിൽ പരാതിപ്പെട്ടു. ഒരു നിരപരാധിയായ പുരുഷനെതിരെയായിരുന്നു ആ ആരോപണം. പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ആ പുരുഷനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയും ചെയ്തു. എന്നാൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് മറ്റൊന്നായി. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. യുവതി പരാതിപ്പെട്ട ആ സമയത്ത് CCTV ദൃശ്യത്തിൽ ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല എന്ന് പോലീസ് കണ്ടെത്തി. യുവതി പലരോടും പല രീതിയിലാണ് ഈ കഥകൾ പറഞ്ഞത്. ഈ സ്ത്രീക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കള്ളക്കഥ മെനഞ്ഞത് എന്ന് പോലീസിന് അന്വേഷണത്തിലൂടെ തെളിഞ്ഞു. ഒരു നിരപരാധിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിനും നിയമ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനും കോടതി ആ പെൺകുട്ടിക്ക് 7 വർഷം തടവ് ശിക്ഷ വിധിച്ചു. നിരപരാധിയായ ആ പുരുഷൻ അനുഭവിച്ച മാനസിക വിഷമത്തിന് കോടതി വലിയ വില നൽകി. പലർക്കും വ്യാജ പരാതികൾക്ക് നമുക്ക് കോടതിയെയും നിയമത്തെയും സമീപിക്കാം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി അറിയില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലും ഇങ്ങനെ ഒരു നിയമമുണ്ട്. IPC 182, IPC 211 വകുപ്പുകൾ പ്രകാരം ഇത്തരം നുണ പ്രചരിപ്പിക്കുന്നതിനെതിരെ പരാതിപ്പെടാൻ പറ്റും. ഇത്തരം വ്യാജ പരാതികൾക്കെതിരെ നടപടിയെടുക്കാൻ വ്യവസ്ഥയുണ്ട്.